സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ സ്വാഗതം. ദൈവവചനമാകുന്ന ആ ജീവജലത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേരാൻ കർത്താവ് ഒരുക്കുന്ന ഈ നല്ല നിമിഷങ്ങൾക്കായി ശരിക്കും സ്തോത്രം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തെക്കുറിച്ചാണ്. അതെ, അബ്രാഹമിന്റെയും സാറായുടെയും ആ വിശ്വാസ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായം തന്നെയാണിത്. ശരിയാണ്. കാരണം ഇതിൽ അവരുടെ ഒരു മാനുഷികമായ ബലഹീനത അതൊക്കെ വെളിവാകുന്നുണ്ട്. അതെ, വാഗ്ദത്തം കിട്ടിയിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു അല്ലേ കനാൻ ദേശത്ത്? അതെ, 10 വർഷം. ആ വാഗ്ദത്ത സന്തതിക്കു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവരിപ്പോഴും. 10 വർഷത്തെ കാത്തിരിപ്പ്. ഓർക്കണം, ദൈവത്തിൽ ആശ്രയിച്ച് സ്വന്തം നാടും വീടുമെല്ലാം വിട്ടിറങ്ങിയവരാണ്. എന്നിട്ടും വാഗ്ദാനം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ആ ഒരു കാലതാമസം, പ്രത്യേകിച്ച് സാറായിക്ക് അതൊരു വലിയ ഭാരം തന്നെയായിരുന്നിരിക്കണം. ആ ഒരു വേദന നമുക്ക് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായും. അവള് പറയുന്ന ആ വാചകം ശ്രദ്ധേയമാണ്. യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. ആ വാക്കുകളിൽ അവളുടെ ആഴത്തിലുള്ള വേദനയുണ്ട്, ഒരു നിരാശയുണ്ട്. ശരിയാണ്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ വന്ധ്യത എന്നൊക്കെ പറയുന്നത് വലിയൊരു സാമൂഹിക പ്രശ്നം കൂടിയായിരുന്നല്ലോ. അതെ, ദൈവത്തിന്റെ വാഗ്ദാനം കയ്യിലുണ്ട്, പക്ഷെ കുഞ്ഞില്ല. അതവൾക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ കാത്തിരിപ്പിന്റെ ഭാരം സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പലപ്പോഴും മനുഷ്യൻ സ്വന്തം വഴികൾ നോക്കുന്നത്, അല്ലേ? അതെ, അവിടെയാണ് ഈ അധ്യായത്തിലെ ആ പ്രധാന വഴിത്തിരിവ് സംഭവിക്കുന്നത്. സാറായി ഒരു പ്ലാൻ മുന്നോട്ട് വെക്കുന്നു. തന്റെ ദാസിയായ ഹാഗാർ, മിസ്രയീമ്യ ദാസി. അതെ, ഹാഗാറിലൂടെ ഒരു കുഞ്ഞിനെ നേടാമെന്ന്, അവളാൽ പക്ഷേ എനിക്ക് മക്കൾ ലഭിക്കും എന്നൊരു ചിന്ത. ഇതൊരുപക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനത്തെ രീതികൾ ഉണ്ടായിരുന്നിരിക്കാം, അല്ലേ? ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദാനത്തിലുള്ള ആ വിശ്വാസത്തിൽ നിന്നുള്ള ഒരു മാറ്റം തന്നെയാണിത്. ശരിയാണ്. ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുന്നതിന് പകരം കാര്യങ്ങൾ കുറച്ച് വേഗത്തിലാക്കാൻ നോക്കുകയാണ്. അതെ, ഒരു മാനുഷിക തന്ത്രം. അതിലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അബ്രാം അതിന് സമ്മതിക്കുന്നു എന്നതാണ്. അത് ശരിയാണ്. അബ്രാം സാറായുടെ വാക്ക് അനുസരിച്ചു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തോട് നേരിട്ട് സംസാരിച്ച, ആ വാഗ്ദാനം നേരിട്ട് കേട്ട അബ്രഹാം പോലും ഇവിടെ ഒരു എളുപ്പവഴി, ഒരു മാനുഷിക വഴി തെരഞ്ഞെടുക്കുകയാണ്. ആ കാത്തിരിപ്പിന്റെ ഒരു സമ്മർദ്ദം ഒരുപക്ഷെ അബ്രാമിനെയും അത് ബാധിച്ചിട്ടുണ്ടാവാം. തീർച്ചയായും. അപ്പോ ഈ തീരുമാനം പെട്ടെന്ന് തന്നെ ഫലം കണ്ടു. ഹാഗാർ ഗർഭം ധരിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച പോലൊരു സന്തോഷമായിരുന്നില്ല അതിന്റെ ഒരു ഫലം, അല്ലേ? അല്ല. താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഹാഗാറിന് തന്റെ യജമാനത്തിയോട് ഒരു പുച്ഛം തോന്നി തുടങ്ങി. നിന്ദിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. അതെ, ഒരു ദാസി യജമാനത്തിക്ക് കൊടുക്കാൻ പറ്റാത്തത് താൻ നൽകാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്ത, ഒരു അഹങ്കാരം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതോടെ സാറായുടെ സങ്കടം ഇരട്ടിയായി. ആദ്യം കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം, ഇപ്പോ സ്വന്തം ദാസിയിൽ നിന്ന് നിന്ദയും. അവളുടെ ഹൃദയത്തിൽ പിന്നെ കോപമാണ്, അസൂയയാണ്. അവൾ അബ്രാമിനോട് നേരിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ഭവിച്ച ഈ അന്യായത്തിന് നീ ഉത്തരവാദി എന്ന്. അതെ, ഈ പ്രശ്നത്തിൽ തനിക്കും ഒരു പങ്കുണ്ടെന്ന് ഒരു പക്ഷെ അവൾ ഓർക്കുന്നില്ല. ഹാഗാറിനെ മാത്രം കുറ്റപ്പെടുത്തുന്നു. അബ്രാമിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. ഒരു ഉത്തരവാദിത്തത്തോടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം കൈ കഴുകുന്ന പോലെയാണ്, അല്ലേ? നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുകയാണ്. ഇത് സാറായിക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു, ഹാഗാറിനോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാൻ. അതിന്റെ ഫലം എന്തായി? സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയി. വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഹാഗാറിന്. ഗർഭിണിയായ ആ സ്ത്രീ ശൂർ മരുഭൂമിയിലേക്ക് ഓടിപ്പോവാണ്. അവളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ, എന്ത് ഭയാനകമാണത്. ശരിയാണ്. മിസ്രൈമ്യ ദാസിയാണ്, പരദേശിയാണ്, ഗർഭിണിയാണ്, ഇപ്പോൾ മരുഭൂമിയിൽ തനിച്ച്. ചുറ്റും അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരിടം. വെള്ളമില്ല, ഭക്ഷണമില്ല. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവൾ ആകെ തകർന്നിട്ടുണ്ടാവും. മനുഷ്യരൊക്കെ കൈവിട്ടു, ഒരുപക്ഷെ ദൈവം പോലും കൈവിട്ടു എന്നവൾക്ക് തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ അവിടെയാണ് ദൈവത്തിന്റെ ആ അത്ഭുതകരമായ ഇടപെടൽ നമ്മൾ കാണുന്നത്. മനുഷ്യൻ കൈവിടുന്നിടത്ത് ദൈവം പിടിക്കുന്നു. അതെ, ആ മരുഭൂമിയിലെ ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് ഏറ്റവും നിസ്സഹായമായ ആ അവസ്ഥയിൽ യഹോവയുടെ ദൂതൻ ഹാഗാറിനെ കണ്ടെത്തുകയാണ്. ആരും കാണാനില്ലെന്ന് അവൾ കരുതിയ ആ ഏകാന്തതയിൽ അവളെ കാണുന്ന ഒരു ദൈവമുണ്ടായിരുന്നു, ഏൽ റോയ്. ആ ഒരു കണ്ടുമുട്ടൽ എന്ത് ശക്തമാണെന്ന് നോക്കൂ. ദൂതന്റെ ആദ്യത്തെ ചോദ്യം തന്നെ അവളുടെ അവസ്ഥയെ സ്പർശിക്കുന്ന ഒന്നാണ്. സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ ഇവിടെ നിന്ന് വരുന്നു,
എവിടേക്ക് പോകുന്നു? അതെ, ആ ചോദ്യം അവളെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. താൻ ആരാണ്, എവിടെ നിന്നാണ് ഓടിപ്പോകുന്നത്, ഒരു ലക്ഷ്യമില്ലാതെ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നൊക്കെ ഒരു തിരിച്ചറിവ്. ഹാഗാരിന്റെ മറുപടി വളരെ സത്യസന്ധമാണ്. ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോരുകയാണ്. അവളൊന്നും മറച്ചുവെക്കുന്നില്ല. ഈ തുറന്നുപറച്ചിൽ ഒരുപക്ഷെ ദൈവകൃപ കിട്ടാനൊരു കാരണമായിരിക്കാം. ദൂതൻ അവളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് വളരെ പ്രായോഗികമായ ഒരു നിർദ്ദേശമാണ് നൽകുന്നത്. നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക. ഇത് കേൾക്കുമ്പോൾ അനുസരിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? തീർച്ചയായും. അത്രയും കഷ്ടപ്പെടുത്തിയ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോവുക എന്നത് വലിയ താഴ്മയും ധൈര്യവും വേണ്ട കാര്യമാണ്. എന്നാൽ ആ സാഹചര്യത്തിൽ ഹാഗാറിന്റെയും ആ ഗർഭത്തിലുള്ള കുഞ്ഞിന്റെയും ഒരു സുരക്ഷയ്ക്ക് ഒരുപക്ഷെ അതായിരിക്കാം ഏറ്റവും നല്ല വഴി. പക്ഷേ ദൈവം അവളെ വെറും കൈയോടെ അല്ല തിരിച്ചയക്കുന്നത്. അല്ല, ആ നിർദ്ദേശത്തോടൊപ്പം വലിയൊരു വാഗ്ദാനവും കൊടുക്കുന്നുണ്ട്. ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. ഇത് അബ്രാഹാമിന് കൊടുത്ത വാഗ്ദാനത്തോട് സാമ്യമുള്ള ഒന്നാണ്. അതെ, ഒരു ദാസിയായിട്ടും ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ അവൾക്കും ഒരു സ്ഥാനമുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ജനിക്കാൻ പോകുന്ന മകനെക്കുറിച്ച് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവന് ഇഷ്മായേൽ എന്ന് പേരിടണം. എന്തൊരർത്ഥവത്തായ പേരാണത്! ദൈവം കേൾക്കുന്നു. അവളുടെ ആ നിലവിളി, അവളുടെ ആ വേദന, ആരും കേട്ടില്ലെന്ന് അവൾ കരുതിയ ആ പ്രാർത്ഥനകൾ ദൈവം കേട്ടു. അതിന്റെ ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ് ആ പേര്. അതേസമയം തന്നെ ഇസ്മായേലിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള വിവരണവും ദൂതൻ നൽകുന്നുണ്ട്. അവൻ കാട്ടാളനെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. ഇത് പിന്നീട് നമ്മളെ ചരിത്രത്തിലൊക്കെ കാണുന്ന അറബ് ഇസ്രായേൽ സംഘർഷങ്ങളുടെ ഒരു സൂചനയായിട്ടൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അതെ, അതായത് മാനുഷികമായ തീരുമാനങ്ങൾക്കും പ്രവർത്തികൾക്കും ദീർഘകാല പ്രത്യാഘാതങ്ങളുണ്ടാവാം എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. ഈ ദൈവിക ഇടപെടലിനോടുള്ള ഹാഗാറിന്റെ ആ പ്രതികരണം അതും വളരെ ഹൃദയസ്പർശിയാണ്. അവൾ ആ സ്ഥലത്തിന്, ആ നീരുറവയ്ക്കൊരു പേരിടുന്നു. ബേർ ലെഹായ് റോയി, എന്നെ കാണുന്ന ജീവനുള്ളവന്റെ കിണർ. എന്തൊരർത്ഥം! അവള് ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കുകയാണവിടെ. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കണ്ടുവല്ലോ എന്നവള് തിരിച്ചറിയുന്നു. എത്ര വലിയൊരു തിരിച്ചറിവാണത്! താൻ വെറുമൊരു ദാസിയല്ല, യജമാനത്തിയാൽ ഓടിക്കപ്പെട്ടവളല്ല, മരുഭൂമിയിൽ തനിച്ചായവളല്ല, മറിച്ച് ജീവനുള്ള ദൈവം കാണുകയും കരുതുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്ന ബോധ്യം. ആ അനുഭവം അവളുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം കൊടുത്തു, ഒരു ദിശാബോധം കൊടുത്തു. അവൾ ദൈവത്തിന്റെ വാക്കനുസരിച്ച് മടങ്ങിവരികയാണ്. അവൾ മടങ്ങിയെത്തി, ഇശ്മായേലിനെ പ്രസവിക്കുന്നു. അബ്രാമിനപ്പോൾ 86 വയസ്സായിരുന്നു പ്രായം. അതെ, മനുഷ്യന്റെ അക്ഷമയും തെറ്റായ തീരുമാനങ്ങളുമൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കിയെങ്കിലും ദൈവം തന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ആ ജനനത്തെയും ഉപയോഗിച്ചു. ഇശ്മായേലിന്റെ ജനനം ഒരു മാനുഷിക പദ്ധതിയുടെ ഫലമായിരുന്നെങ്കിലും ദൈവം അവനെയും അവന്റെ സന്തതിയെയും കൈവിട്ടില്ല, പരിപാലിച്ചു. ഈ അധ്യായം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരുപാട് വെളിച്ചം തരുന്ന പാഠങ്ങൾ ഇതിലുണ്ട്, അല്ലേ? തീർച്ചയായും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദൈവത്തിന്റെ സമയത്തിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കണമെന്നുള്ളതാണ്. അതെ, നമ്മുടെ സമയം പോലെയല്ല ദൈവത്തിന്റെ സമയം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്ലാനുകൾ, അതൊക്കെ ദൈവഹിതത്തിനനുസരിച്ചാണോ എന്ന് എപ്പോഴും നമ്മൾ നോക്കണം. സ്വന്തം നിലക്ക് കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കുന്നത് പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കൂ. പിന്നെ ഹാഗാറിന്റെ അനുഭവത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ആ വലിയ സത്യം അവിടുന്ന് ഏൽ റോയിയാണ്, നമ്മെ കാണുന്ന ദൈവം. ജീവിതത്തിൽ നമ്മൾ തനിച്ചാണ്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ അവഗണിക്കപ്പെട്ടു എന്നൊക്കെ തോന്നുന്ന ഭാരപ്പെടുന്ന നിമിഷങ്ങളിൽ ഓർക്കാൻ പറ്റിയ ഒരു കാര്യമാണത്. നമ്മെ കാണുന്ന, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇശ്മായേലിന്റെ പേര് പോലെ തന്നെ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം. അതുപോലെ മനുഷ്യരുടെ കുറവുകൾ, തെറ്റുകൾ, അതിന്റെയൊക്കെ നടുവിലും ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നു എന്നത് എന്തു വലിയ ആശ്വാസമാണ്. ശരിയാണ്. അബ്രാഹിന്റെയും സാറായുടെയും ആ വിശ്വാസക്കുറവ്, ഹാഗാറിന്റെ പ്രതികരണം, ഇതൊക്കെ മാനുഷികമായ ബലഹീനതകളാണ്. എന്നാൽ ദൈവം അവരെ ആരെയും കൈവിടുന്നില്ല. അവിടുന്ന് ഇടപെടുന്നു, വഴി കാണിക്കുന്നു, വാഗ്ദാനങ്ങൾ നൽകുന്നു. നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളിലും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല, താങ്ങും, വഴി നടത്തും.
ജീവിതത്തിലെ ആ മരുഭൂമി അനുഭവങ്ങളെക്കുറിച്ചും ഈ അധ്യായം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതെ, ആ ശൂന്യത, ഭയം, നിരാശ അതൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളിൽ ഹാഗാറിനെ കണ്ടുമുട്ടിയ ദൈവം നമ്മളെയും കാണാൻ തയ്യാറാണ്. ആ അനുഭവങ്ങളെ ദൈവത്തെ ശരിക്കും വ്യക്തിപരമായി അറിയാനുള്ള, ആ ബേർലെഹായ് റോയി എന്ന് വിളിച്ചു പറയാനുള്ള അവസരങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. നമ്മുടെ കണ്ണുനീര്, നമ്മുടെ കാത്തിരിപ്പ് ഇതൊന്നും വെറുതെയല്ല, ദൈവം ഒരുക്കുന്ന വലിയ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കാൻ ഇത് സഹായിക്കും. ഈ തിരിച്ചറിവുകളൊക്കെ നമ്മളെ കൂടുതൽ താഴ്മയിലേക്കും ദൈവത്തിലുള്ള ആശ്രയത്തിലേക്കും കൊണ്ടുവരണം. നമ്മുടെ കഴിവിലോ നമ്മുടെ പ്ലാനുകളിലോ അല്ല, മറിച്ച് നമ്മെ കാണുകയും കേൾക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയിലാണ് നമ്മുടെ പ്രത്യാശ. ഈ ചിന്തകളോടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് എൽറോയിയാണ്, ഞങ്ങളെ കാണുന്ന ദൈവം. ഇന്ന് ഞങ്ങളുടെ ആശങ്കകളും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളും ഹൃദയത്തിലെ ആഗ്രഹങ്ങളും അങ്ങയുടെ പക്കൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കാത്തിരിപ്പും കണ്ണുനീരും സംശയത്തിന്റെയും അക്ഷമയുടെയും നിമിഷങ്ങളും അങ്ങ് കാണുന്നു. ഞങ്ങൾ നടന്നുപോകുന്ന മരുഭൂമികളും ഞങ്ങൾ അദൃശ്യരാണെന്നോ മറക്കപ്പെട്ടവരെന്നോ പുറന്തള്ളപ്പെട്ടവരെന്നോ തോന്നുന്ന ഇടങ്ങളും അങ്ങേക്കറിയാം. കർത്താവേ, അങ്ങയുടെ സമയം വൈകുന്നതായി തോന്നുമ്പോഴും ഞങ്ങളുടെ ഹൃദയം തളരുമ്പോഴും അതിൽ വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പദ്ധതികൾ അങ്ങേക്ക് സമർപ്പിക്കാനും ഞങ്ങളുടെ പരിശ്രമങ്ങളിൽ നിന്ന് പിന്മാറി അങ്ങയുടെ ജ്ഞാനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ താമസവും ഓരോ വെല്ലുവിളിയും ഓരോ കണ്ണുനീരും അങ്ങ് നെയ്തെടുക്കുന്ന പ്രത്യാശയുടെയും വീണ്ടെടുപ്പിന്റെയും സ്നേഹത്തിന്റെയും കഥയുടെ ഭാഗമാണെന്ന് ഓർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവേ, ഞങ്ങളിലെ ഓരോ ഹാഗാറിനെയും അവഗണിക്കപ്പെട്ടതായി, ബലഹീനരായി, തനിച്ചായതായി തോന്നുന്ന ഞങ്ങളുടെ ഭാഗങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങയുടെ സൗമ്യമായ സ്വരം കേൾക്കാനും ഞങ്ങളുടെ നിരാശയെ അനുഗ്രഹമാക്കി മാറ്റുന്ന അങ്ങയുടെ കരങ്ങളെ സ്പർശിക്കാനും ഞങ്ങൾക്കിടയാക്കണമേ. ഇശ്മായേലിനെ പോലെ അങ്ങ് കേൾക്കുന്നു, അങ്ങ് കാണുന്നു, അങ്ങ് കരുതുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായി ഞങ്ങളുടെ ജീവിതം മാറട്ടെ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ക്ഷമ കൊണ്ടും ആത്മാവിന് ധൈര്യം കൊണ്ടും അങ്ങയുടെ കരങ്ങളിൽ ഒന്നും പാഴായി പോകില്ല എന്ന അചഞ്ചലമായ ഉറപ്പുകൊണ്ടും നിറയ്ക്കണമേ. ഞങ്ങളുടെ തെറ്റുകളിൽ താഴ്മയും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ കൃപയും അങ്ങ് നൽകിയ വാഗ്ദാനങ്ങളിൽ വിശ്വാസവും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ പൂർണ്ണമായി കാണുകയും ആഴമായി സ്നേഹിക്കുകയും ഒരു ഉദ്ദേശ്യത്തിനായി വിളിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലേക്കുയർത്തുന്നു. അങ്ങയുടെ പ്രത്യാശ ഞങ്ങളിലൂടെ ഒഴുകട്ടെ. അങ്ങയുടെ സമാധാനം ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടും അങ്ങയുടെ ഹൃദയത്തിന്റെ വിശ്വസ്തതയെ പ്രതിധ്വനിപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഹാഗാറിനെ ആ മരുഭൂമിയിൽ കണ്ട ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വിശ്വസ്തനാണ്. അതെ, നമ്മുടെ കുറവുകൾ, പരാജയങ്ങൾ അതൊക്കെ അവിടുത്തെ കൃപ കൊണ്ട് മറികടക്കാൻ അവിടുന്ന് നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ സമയത്തിനായിട്ട് നമുക്ക് ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഇന്നത്തെ ഈ വചനചിന്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കണം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം ഓർക്കുമല്ലോ, soulfulscriptureseveryday@gmail.com. നിങ്ങളുടെ ഓരോ സന്ദേശവും ഞങ്ങൾക്ക് ശരിക്കും വളരെ വിലപ്പെട്ടതാണ്. ഓർക്കുക, സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറിഡേയുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലുമാണ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോ അടുത്ത ആഴ്ച പുതിയൊരു ദൈവവചന ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും നേരുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.